നമ്മുടെ ഷോപ്പിന്റെ മുകളിൽ താമസിക്കുന്ന 2 ആസാമി കുട്ടികളാണിവർ. അവരുടെ സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവരുടെ വാപ്പാന്റെ ജോലിസ്ഥലത്തേക്ക് വന്നതാണ്. നമ്മൾ വെക്കേഷന് ഗൾഫിലെ ഒപ്പാന്റെ അടുത്തേക്ക് പോകുന്ന പോലെ. ഇവർ രണ്ടാൾക്കും പുറമെ ഒരു 7 പ്രാവശ്യം പ്രായമുള്ള അനിയൻ കൊച്ചുമുണ്ട്. അവരെന്നും നമ്മുടെ റൂമിൽ വന്ന് പാളി നോക്കും. അവർ നമ്മുടെ സ്റ്റഫുകളിൽ അവർക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നാവും നോക്കുന്നത്. ഒരിക്കലും ഒരു വന്നപ്പോൾ ഞാൻ ഹാങ്ങിങ്സ് കൊടുത്തിരുന്നു. അവിടെ കുറേ അടിച്ചടിച്ചതിന് ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തു. ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടിയപ്പോൾ കേട്ടോ. അവർ പ്രതീക്ഷിക്കാതെ ഞാൻ വിളിച്ച് മേലെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ താഴേക്ക് വിളിച്ചുകൊണ്ട് കൊടുത്തേനി. അപ്പം നമ്മൾ പിന്നെ ഒരു വന്നുകൊണ്ട് ഒരു ദിവസം ഒരു ഉമ്മ വന്നിട്ട് ചെറിയ കുട്ടിക്ക് ഒരു തലക്കണി അടിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ തലക്കണി ഞാൻ ഓക്കെ അടിച്ചുതരാം, നിങ്ങൾ നാളെ വരേണ്ടി എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഓല് പിറ്റേ ദിവസം ഞാൻ കട തുറന്ന് വയ്ക്കുന്നുണ്ട്. 2 കുട്ടികളും കൂടി വരുന്നത് തൽക്കണിയായോ ബേബിക്കുള്ള തൽക്കണിയായോ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വൈകുന്നേരം ആയുമ്പോഴത്തേന് അടിച്ചു വെക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയിട്ടില്ല. അപ്പോഴേക്കും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആയോ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏകദേശം 2 അടിച്ചു വെച്ചു. 2 അടിച്ചിങ്ങനെ 3ാമത്തെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മുടെ അടുത്ത താരം ഇങ്ങനെ വന്നത്. ഇനി വിട്ട് ആയിട്ടില്ല എന്ന് ഇനി പറഞ്ഞ് മടക്കാൻ മതിയായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നോ, ഈ അടിച്ച് തീരുവോളം അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവളവിടെ എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് മെഷീൻ്റെ അടുത്ത് കുത്തിരിപ്പ് സമരം പോലെ ഇരുന്ന്. അതൊക്കെ നല്ല മടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു. അവൾക്ക് ഹിന്ദി അറിയൂല, എനിക്ക് ആസാമി അറിയൂല. ആസാമി മാത്രമേ അറിയുള്ളൂ. മക്കൾക്കൊക്കെ ഉമ്മക്കും ഉപ്പക്കും മാത്രമേ അവിടെ ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഓളങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ അടിക്കണ ഒരു കളർ പാറ്റേൺ കുട്ടികളല്ലേ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടാണ് നമ്മൾ ഓരോരോ ഫാബ്രിക്സും എടുത്തത്. അവസാനത്തെ പില്ലോ ആണ്. 2 അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ പില്ലോ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയിനി. ഈ കുട്ടികളുടെ ഉപ്പ കണ്ണ് കാണാത്ത ആളാണ്. അവർ നമ്മുടെ ടൗണിൽ മഞ്ചേരി ടൗണിൽ ഭിക്ഷയാചിക്കണതാണ് അവരുടെ ജോലി. അപ്പോൾ ഒരു സ്കൂൾ വെക്കേഷന് ഭിക്ഷയാചിക്കുന്ന ഒരാളുടെ ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. അവസാനം ഓളെ താത്താനെ അടിച്ചു കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഓളെ താത്താനും കുട്ടി വന്നതാണ് വാങ്ങാൻ. അപ്പോൾ താത്താക്ക് ഞാൻ ചെറിയ കുട്ടീൻ്റെ കൊടുത്തു ആദ്യം. പിന്നെ അവന് പിന്നെയുണ്ട് എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 2ാമത്തെ കൊടുത്ത്. അത് കഴിഞ്ഞ് ചെറുതിനോട് എനിക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചപ്പോൾ ഭയങ്കര മടി. ഓള് ഓടിപ്പോയിനി. कौन सा चाहिए? थैंक यू दीदी. ഓക്കെ ടാറ്റാ. സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളിച്ചാടി ഓടി പോകുന്നുണ്ട്. അത് പോണ വയ്ക്കലും നന്ദി പറയാനും പറഞ്ഞില്ല. അതുപോലെ ഒരു ഉമ്മാൻ്റെ കുട്ടിയെടുത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. ഉമ്മയും ചെറുതും അവിടെ കാത്തിരിക്കുന്നുണ്ട് മുകളിൽ. കൊണ്ടുകൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ചെറുതിപ്പം തന്നെ ചെറിയ കുട്ടി ഇപ്പം തന്നെ റൂമിൽ ഓടുന്നുണ്ട് പില്ലോ കൊണ്ട്. ഉമ്മയും തന്നെ നന്ദി പറയാൻ പറഞ്ഞില്ല.